ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം 2025 PSC നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാമുകളുടെ എല്ലാം ഒരു ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ട്. അവർ എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ആനുവൽ കലണ്ടർ വഴി നമുക്ക് ആ സ്ലോട്ടുകൾ ഏതൊക്കെ സ്ലോട്ടുകളാണ് 2024 വിളിച്ച എക്സാമുകൾ എന്നൊക്കെ ആണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ആനുവൽ കലണ്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഫിംഗർ പ്രിന്റ് സെർച്ച് ആൻഡ് എക്സാം ഏത് സ്ലോട്ടിലാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം കേരള പോലീസ് സർവീസിലേക്കാണ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് നമുക്കിത് വിളിച്ചിട്ടുള്ളത്. BSc ഫിസിക്സ്, BSc കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി മുമ്പിൽ നിങ്ങളുടെ പഠനം എത്തിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കറിയാം ജാനുവരി 15 നമുക്കൊരു ക്ലിയർ സിലബസ് വരും. ജാനുവരി 15 PSC സിലബസ് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസ് നമുക്ക് മുന്നേ കിട്ടും. അതുപോലെ ടൈം നമുക്ക് ഏകദേശം എപ്പോഴാണെന്ന് നോക്കാം. ഒക്ടോബർ ഡിസംബർ സ്ലോട്ടിലാണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ നവംബർ ഡിസംബർ സ്ലോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്ലോട്ടിലാണ് എക്സാം എന്നും ഐഡിയ ആയി ഒരു 10-15 ദിവസത്തിനുള്ളിൽ, ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് സിലബസും കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നോക്കിക്കോ, ഒരു 10 മാസം നമ്മുടെ മുമ്പിൽ മിനിമം ഉണ്ട്. അതൊരു നവംബറിലാണ് വരുന്നതെങ്കിലൊക്കെ നമുക്കൊരു 10 മാസം, ഡിസംബറിലാണ് വരുന്നതെങ്കിൽ 11 മാസമൊക്കെ നമ്മുടെ മുമ്പിൽ എങ്ങനെയായാലും 9 to 10 months കൂട്ടിക്കും. 9 to 10 months ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. സിലബസും നിങ്ങളുടെ മുമ്പിലുണ്ട്, സമയവും നിങ്ങൾക്കറിയാം. ഇതിനിടയ്ക്ക് നിങ്ങൾ ഇപ്പം ഫിസിക്സ് ഡിഗ്രി എടുത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് നിങ്ങൾക്ക് PG ഒക്കെ ഉള്ളവരോടാണെങ്കിൽ ചിലപ്പോൾ HSST ഫിസിക്സ് എക്സാം കയറി വരുമായിരിക്കും. അല്ലെങ്കിൽ കെമിസ്ട്രി നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് എക്സാമുകളൊക്കെ വരുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ സിലബസും ഇതിൻ്റെ സിലബസും ഒക്കെ നേരത്തെ കിട്ടും. സബ്ജക്റ്റുകളൊക്കെ കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഷെയർ ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പ്ലാൻ ചെയ്ത് ഈ എക്സാമുകൾക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു എക്സാം നമുക്ക് ആവശ്യത്തിന് സമയം, അതായത് ഇയറിൻ്റെ എൻഡിലേക്കാണ് ഈ എക്സാം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരിക്കലും ആ ഒരു സമയത്തേക്കിന് പഠിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കാര്യം ഇനിയും കുറച്ചുകൂടെ സിലബസ് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് കോമ്പറ്റീഷൻ നമുക്ക് എപ്പോഴായാലും കൂടുതലാണ്. പക്ഷേ എന്തായാലും സിലബസ് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ സൈഡിലോട്ട് പ്രതീക്ഷിക്കണം. കാര്യം കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യങ്ങൾ അല്ലേ? പ്രിപ്പറേഷൻ ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. എന്തായാലും ജാനുവരി 15 സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സിലബസ് വരുന്ന മുറയ്ക്ക് നമ്മളൊരു വെബിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സിലബസ് ഡിസ്കഷൻ കാര്യങ്ങളുമായിട്ട് നമുക്ക് എങ്ങനെ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കുറേ പേര് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കോഴ്സ് റണ്ണിങ് ആണ്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ അടങ്ങിയ നമ്മുടെ ഓൺലൈൻ ബാച്ചുകളാണ്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ ബാച്ചുകളാണ് നമുക്ക് പോകുന്നത്. നോട്ട്സും കാര്യങ്ങളും, ക്ലാസ് നോട്ട്സും ക്ലാസ് ടെസ്റ്റുകളും മെൻറ്റർഷിപ്പും ഒക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞ വെബിനാറൊക്കെ നമ്മൾ ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യാം. എന്തായാലും വെബിനാറിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴേ രജിസ്റ്റർ ചെയ്തിടാം. താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോപ്പ് റാങ്കുകൾ, ഫസ്റ്റ് റാങ്കുകൾ ഉൾപ്പെടെയുള്ള ടോപ്പ് റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടന്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ കൂടി റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ വേണ്ടി നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊന്ന് അലേർട്ടായിട്ടിരിക്കുക. മറ്റ് എക്സാമുകളുടെ ടൈമും നിങ്ങൾ നോക്കുക, സ്ലോട്ടും നോക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പഠനം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു വർഷം നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ജോബിന് നമുക്ക് കയറാൻ സാധിക്കുമെന്നുള്ള കാര്യം ആ ഒരു വിശ്വാസം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. അപ്പോൾ എന്തായാലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.